Welcome back to Learnino. So KEAM 2024 ഇപ്പോൾ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് കഴിഞ്ഞ് അഡ്മിഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് തേർഡ് ഫേസ് അലോട്ട്മെന്റിനെ കുറിച്ച് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തേർഡ് ഫേസ് അലോട്ട്മെന്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ അതിന് ഏറ്റവും താഴെ തേർഡ് ഫേസ് അലോട്ട്മെന്റിനെ കുറിച്ച് ഒരു സൂചന തന്നിട്ടുണ്ടായിരുന്നു. തേർഡ് ഫേസ് അലോട്ട്മെന്റിൽ ഫ്രഷ് ഓപ്ഷൻ എൻട്രി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതിനകത്ത് കാണുന്നുണ്ട്. അതായത് ഫ്രഷ് ആയിട്ട് നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാം എന്നുള്ളത്. പക്ഷെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് പിന്നീട് നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫ്രഷ് ഓപ്ഷൻ എൻട്രി എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ട് വേക്കന്റ് ആയി കിടക്കുന്ന സീറ്റുകളെല്ലാം കൂടെ ലിസ്റ്റ് ചെയ്തിട്ട് ഒരു പക്ഷെ അതിലേക്കായിരിക്കും ഈ ഫ്രഷ് ആയിട്ട് നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാൻ സാധിക്കുക. അങ്ങനെയാണെങ്കിൽ കൃത്യമായി എവിടേക്കാണ് സീറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ളത് നോക്കിയിട്ട് സ്റ്റുഡൻസിന് അതിലേക്ക് കൊടുക്കുകയും അതനുസരിച്ച് അവർക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് അവർക്ക് വേണ്ട കോഴ്സുകൾ കിട്ടാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് അതോടുകൂടി വരുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ ഈ തേർഡ് ഫേസ് അലോട്ട്മെന്റ് ആർക്കൊക്കെയാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റുക, ആർക്കൊക്കെയാണ് ഇതിന്റെ ഒരു പ്രയോജനം ലഭിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഓൾറെഡി ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും കിട്ടി, ഇപ്പൊ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് വന്ന് കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള ആർക്ക് വേണമെങ്കിലും തേർഡ് ഫേസ് അലോട്ട്മെന്റിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പൊ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്, നമ്മളിപ്പം കോളേജിൽ പോയി അഡ്മിഷൻ എടുത്ത് നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ, അപ്പോൾ ഇനി നമ്മൾ തേർഡ് ഫേസ് അലോട്ട്മെന്റിൽ പങ്കെടുത്ത് നമുക്ക് മറ്റൊരു കോളേജിൽ കിട്ടുമ്പോൾ ഇവിടെ നിന്ന് ഡോക്യുമെന്റ്സ് തരുമോ? തീർച്ചയായിട്ടും തരും. കാരണം തേർഡ് ഫേസ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് എഗെയിൻ നമുക്ക് സിഇയുടെ ആസ് എ പ്രൊസീജിയർ വരുന്ന ഒരു അലോട്ട്മെന്റ് പ്രോസസ്സ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻ കൊടുത്ത് നിങ്ങൾക്ക് ഒരു കോളേജ് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടുന്ന് മറ്റൊരു കോളേജിലേക്ക് മൂവ് ചെയ്യാൻ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം തരും. അതിന് യാതൊരു സംശയമില്ല. അപ്പൊ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു ബെറ്റർ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുക ആണെങ്കിൽ അങ്ങോട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിലും സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിലും ഒരു കോളേജിലും അഡ്മിഷൻ കിട്ടാത്തവർക്ക് ഇത് ഒരു അവസരമാണ്. അവരും ഈ പറഞ്ഞതുപോലെ അവർക്കും ഒരു ചാൻസ് ആണ്. തേർഡ് ഫേസ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് വേക്കന്റ് ആയിട്ടുള്ള സീറ്റുകൾ നോക്കി, അല്ലെങ്കിൽ എങ്ങനെയാണോ അതിന്റെ പ്രൊസീജിയർ വരുന്നത് നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ നമുക്ക് അറിയുള്ളൂ, ഫ്രഷ് ആയിട്ടുള്ള ഓപ്ഷൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് തേർഡ് ഫേസ് അലോട്ട്മെന്റിൽ സാധ്യതകളുണ്ട്. ഇനി ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും ഒന്നും ഓപ്ഷൻ കൊടുക്കാത്തവർക്കും ഒരു പക്ഷേ തേർഡ് ഫേസ് അലോട്ട്മെന്റിൽ ഓപ്ഷൻസ് കൊടുക്കാൻ ഉള്ള അവസരം ഉണ്ടായേക്കാം. കാരണം ഫ്രഷ് ആയിട്ടുള്ള ഓപ്ഷൻസ് കൊടുക്കുക എന്നുള്ളത് കൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ ഒരു തേർഡ് ഫേസ് അലോട്ട്മെന്റ് വരെ വെയിറ്റ് ചെയ്യാം. അത്ര തേർഡ് ഫേസ് അലോട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷനിൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കുക. അപ്പൊ അതുകൊണ്ട് ഇതുവരെയും എവിടെയും കിട്ടാത്തവരുണ്ടെങ്കിൽ പോലും അവർക്ക് തേർഡ് ഫേസ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കും. അതിനുശേഷമാണ് പിന്നെ സ്പോട്ട് അലോട്ട്മെന്റ് എല്ലാം വരുന്നത്. ഇതൊന്നും ഈ പ്രോസസ്സ് ഒന്നും ഒരുപാട് ലേറ്റ് ആവില്ല, ഒരുപാട് ഡിലേ ആവില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇപ്പൊ നമുക്കറിയാം അഡ്മിഷൻ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിയുമ്പോൾ തന്നെ അധികം വൈകാതെ തന്നെ നമുക്ക് തേർഡ് ഫേസ് അലോട്ട്മെന്റ് ഉണ്ടാവും. തേർഡ് ഫേസ് അലോട്ട്മെന്റ് ഉണ്ടാവുമ്പോൾ ഇതുപോലെ ഫ്രഷ് ഓപ്ഷൻസ് കൊടുത്തിട്ട് നമുക്ക് ഒരുപക്ഷെ ബെറ്റർ കോളേജസ് കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് തേർഡ് ഫേസ് അലോട്ട്മെന്റിനെ കുറിച്ച് പറയാനുള്ളത്. കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ്, പുതിയ നോട്ടിഫിക്കേഷൻ വരികയോ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടാവുമ്പോൾ ഉടനെ തന്നെ നമ്മൾ അറിയിക്കുന്നതാണ്. തുടർന്ന് നിങ്ങൾക്ക് അഡ്മിഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ബിടെക് കോളേജിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും ഇവിടെ ചോദിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് ബിടെക്കിന് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കായിട്ട് നമുക്ക് ബിടെക്കിന് മാത്രമായിട്ട് ഒരു ചാനൽ ഉണ്ട്. അവിടെയാണ് നമ്മുടെ സിലബസിന്റെ ഡിസ്കഷനും നിങ്ങളുടെ ഗ്രൂപ്പുകളെ കുറിച്ച് പറയുന്നതും ക്ലാസ്സുകളെ കുറിച്ച് പറയുന്ന വീഡിയോസ് ഒക്കെ ഉണ്ടാവുക. അപ്പൊ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്കിൽ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലേണിനോ ബിടെക് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആസ് എ ബിടെക് സ്റ്റുഡന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ചാനലിലും പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ അവിടെയും ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് അവിടെ നിന്നും കിട്ടുന്നതായിരിക്കും. താങ്ക് യു.